സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ കിടപിടിക്കുന്ന സൗകര്യങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി സാലി ചേരുകയാണ്. ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോടും കടപിടിക്കത്തക്ക നിലയിലുള്ള സൗകര്യമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഒരുക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ തരത്തിലുള്ള ചികിത്സകൾ, അതിൽ അവയവമാറ്റം, ഹൃദയം മാറ്റിവെക്കൽ, കരൾ മാറ്റിവെക്കൽ, കിഡ്നി മാറ്റിവെക്കൽ, ഇങ്ങനെ പലതരത്തിലുള്ള ചികിത്സകൾ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല RCCയും മലബാർ ക്യാൻസർ സെൻ്ററുമാണ് നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ക്യാൻസർ രോഗ ചികിത്സാ കേന്ദ്രങ്ങളായിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് നമ്മൾ ഇവിടെ ക്യാൻസർ ചികിത്സാലയവും തുടങ്ങി, കൊച്ചി ക്യാൻസർ സെൻ്റർ. എന്നാൽ ഈ മൂന്നെണ്ണം മാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ ചികിത്സക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ വലിയ മാറ്റം ആരോഗ്യരംഗത്ത് ഇതിൻ്റെ എല്ലാം ഭാഗമായി വരുന്നു എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കും. സാലി ചേരുന്നു വിവരങ്ങളുമായി. സാലി, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ. പറഞ്ഞത് സംസ്ഥാനത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഇടത് സർക്കാരിന്റെ നയം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണക്കാരും പാവപ്പെട്ടവരും മാത്രം അല്ല, സമ്പന്നരായ ആളുകൾ പോലും ഇപ്പോൾ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ അവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് നല്ല നിലയിൽ അഭിവൃദ്ധിപ്പെടുത്തി കൊണ്ടുപോവുക എന്ന് തന്നെയാണ് സർക്കാർ നയം. അത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നിലപാട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അദ്ദേഹം അതിനോട് ചേർത്ത് പറഞ്ഞ ഒരു കാര്യം, പ്രധാനമായും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളോട് കിടപിടിക്കുന്ന ചികിത്സാ സൗകര്യങ്ങൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ലഭ്യമാക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും മികച്ച രീതിയിൽ ക്യാൻസർ ചികിത്സ ലഭ്യമാക്കുന്ന ആധുനിക ചികിത്സാ കേന്ദ്രങ്ങളാക്കി മെഡിക്കൽ കോളേജുകളെ മാറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ പ്രളയവും അത് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയും വലിയ തോതിൽ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത്തരം പരിമിതികൾക്കിടയിലും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും മികച്ച ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ നയം. അതിന് സാമ്പത്തിക തടസ്സങ്ങൾ ഒരു പരിമിതിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. കളമശ്ശേരിയിലെ എറണാകുളം മെഡിക്കൽ കോളേജിലെ മാതൃശിശു സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും കാത്ത് ലാബിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശരി, വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. മകരവിളക്ക് ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അവലോകന യോഗത്തിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിക്കുന്നു. ആ നിലയ്ക്ക് നാളെ മകരസംക്രമവും വൈകുന്നേരം കൊണ്ട് അവസാനിക്കും. തിരുവാഭരണം കാണാൻ വേണ്ടി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം, അതുപോലെ തന്നെ ഔഷധ വെള്ളം, ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ ചെയ്യുന്നതിനുള്ള ഏർപ്പാടുകൾ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ കേസുകൾ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എമർജൻസി യൂണിറ്റുകളൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആംബുലൻസുകളും ക്രമീകരിച്ചിട്ടുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മകരവിളക്ക് കാണുന്ന കേന്ദ്രങ്ങളിൽ ബാരിക്കേഡുകളും അതുമായി ബന്ധപ്പെട്ട സുരക്ഷ ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു പരിശോധന തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ ചേർന്ന് നടത്തിയിട്ടുണ്ട്. അതും കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകും എന്നാണ് കരുതുന്നത്. നമുക്ക് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ കഴിയത്തക്ക രൂപത്തിൽ NDRFും അതുപോലെ തന്നെ RAFും അവരും സജ്ജമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്ക് ഇനിയിപ്പോൾ നാളെ വൈകുന്നേരം വരെയുള്ള ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രസാദം, അരവണ പ്രസാദങ്ങൾ, അത് ആവശ്യത്തിനുള്ള സ്റ്റോക്കുണ്ട്. നമുക്ക് നട അടയ്ക്കുന്നത് ജനുവരി 20-നാണ്. ജനുവരി 19 വരെയാണ് ഭക്തജനങ്ങൾക്ക് ദർശനം ഉള്ളത്.
20-ാം തീയതി കൊട്ടാരത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണ്. നെയ്യഭിഷേകം 18-ാം തീയതി കൊണ്ട് അവസാനിക്കും. നാളെ രാവിലെ 10 മണിക്ക് ഹരിവരാസന പുരസ്കാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗം താഴെ സ്റ്റേജിൽ ഉണ്ടാവും. പുരസ്കാര വിതരണം നാളെ നടക്കും. അക്കൂട്ടത്തിൽ നമ്മുടെ പമ്പയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ടാറ്റ കമ്പനിയെ ആദരിക്കണം എന്നുകൂടി ഞങ്ങൾ കാണുകയാണ്. ടാറ്റ കമ്പനി, അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട സേവനം നടത്തുന്ന ചില സംഘടനകളും വ്യക്തികളും അവരെ ആദരിക്കണം എന്നാണ് ഞങ്ങൾ കാണുന്നത്. വളരെ പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ളൊരു പ്രശ്നം, ഭക്തജനങ്ങളോടുള്ള അഭ്യർത്ഥന, ഈ കെട്ടിടങ്ങളുടെ മേലെ കയറി നിന്ന് മകരവിളക്ക് ദർശിക്കാനുള്ള ശ്രമം ഉണ്ടാവരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ദേവസ്വം ബോർഡിന് വേണ്ടി വയ്ക്കാനുള്ളത്. ഇവിടെ ഈ കഴിഞ്ഞ നാളുകളിൽ മാധ്യമപ്രവർത്തകർ ദേവസ്വം ബോർഡിനോട് ചേർന്ന് നിന്നുകൊണ്ട്, അതുപോലെ തന്നെ ശബരിമല മണ്ഡലം മകരവിളക്ക് കാലഘട്ടം നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും ശരികളെ ശരികളായി തന്നെ ജനങ്ങളിലെത്തിക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പൊതു വിലയിരുത്തൽ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ചില ചെറിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് അതാത് മാധ്യമങ്ങൾ തന്നെ സ്വയം പരിശോധിക്കണമെന്നുള്ള അപേക്ഷയും കൂടെ ഞങ്ങൾ വെക്കുകയാണ്. ഇപ്പോൾ മിനിങ്ങാന്ന് ഉണ്ടായ പ്രധാനപ്പെട്ടൊരു വാർത്ത, തൃപ്തി ദേശായി നിലയ്ക്കൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ രാത്രി തന്നെ അന്വേഷിച്ചു. വളരെ പ്രധാനപ്പെട്ട ചില ആളുകളെ രാത്രി ഞങ്ങൾ വിളിച്ചുണർത്തി. അന്വേഷിച്ചപ്പോഴാണ് അവർ പൂരയിൽ നിൽക്കുന്നതായിട്ടുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയത്. നമ്മൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ആരെ അല്ലെങ്കിൽ ഭീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്? അതല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെല്ലാം ശബരിമല നിൽക്കുന്നവരാണല്ലോ. ഈ ശബരിമല ഉത്സവം നന്നായി നടത്തിക്കൊണ്ടു പോകാൻ പരസ്പരം ബന്ധപ്പെട്ടും പരസ്പരം യോജിച്ചും പോകാൻ ബാധ്യതപ്പെട്ടവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ അത് അങ്ങനെ നടത്തുമ്പോഴും സഹായകരമായിട്ടുള്ള നിലപാട് അങ്ങനെ പ്രചരിപ്പിച്ചവർക്കുൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും ഇനി നമ്മളൊരു അവലോകന യോഗം ഇതിനു മുമ്പായിട്ടില്ല, വിഷുവിന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ മകരവിളക്ക് വരെയുള്ള ദിവസങ്ങളിൽ ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ മാധ്യമപ്രവർത്തകരെയും അങ്ങേയറ്റം ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി തയ്യാറാകുകയാണ്. അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞങ്ങളിപ്പോൾ അവലോകന യോഗത്തിലും പറഞ്ഞൊരു കാര്യം, ഈ സാധാരണ നിലയ്ക്ക് ഓരോ കാലഘട്ടം കഴിഞ്ഞാൽ ആ കാലത്തെ ഉത്സവം കഴിഞ്ഞ് നമ്മളൊക്കെ പിരിയാണ്. ഇപ്പം നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്നവരാണ്, ചിലരാണെങ്കിൽ സ്ഥിരമായി ഇവിടെ ഉള്ളവരാണ്, ഇവിടുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവരുണ്ട്. ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ടും ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്കുള്ള പ്രപ്പോസലുകൾ ദേവസ്വം ബോർഡിന് എത്രയും പെട്ടെന്ന് മനസ്സിൽ, വ്യക്തികളുടെ മനസ്സിലായാലും സംഘടനകളുടെ മനസ്സിലുള്ളതായാലും ഉള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണമെന്നുള്ളൊരു അപേക്ഷ ഞങ്ങൾ വയ്ക്കുകയാണ്. ഇപ്പോൾ ചില കാര്യങ്ങളിൽ ഞങ്ങൾ ചില ധാരണയുണ്ട്. ഇപ്പോൾ അടുത്ത വർഷം ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും കാലഘട്ടം ഈ നവംബർ 14 തീരും. എന്നാൽ വിജയകുമാർ മെമ്പർ അടുത്തൊരു വർഷം കൂടെ ഉണ്ടാവും. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ദേവസ്വം ബോർഡ് ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്? ഇപ്പോൾ നമ്മൾ ബേസ് ക്യാമ്പ് നിലയ്ക്കലോട്ട് മാറി. ആ നിലയ്ക്കലോട്ട് മാറിയ സാഹചര്യത്തിലും ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ചു. ഒന്ന്, പമ്പയിൽ ഒരു പാലം ഏത് വെള്ളപ്പൊക്കം ഉണ്ടായാലും ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധത്തിലുള്ള ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാവണം എന്ന് നമ്മൾ കണ്ടു. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, നിലയ്ക്കൽ പമ്പ നിലയ്ക്കൽ ബേസ് ക്യാമ്പായി
അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭക്തജനങ്ങളുടെ വരവിനെ സംബന്ധിച്ചാണ്. നിലയ്ക്കൽ ബേസ് ക്യാമ്പായതിൻ്റെ ഒരു ഗുണം നമ്മളിപ്പോൾ കണ്ടു. ചെറിയ ചില ദോഷങ്ങളുണ്ട്, ഇല്ലയെന്നല്ല, ആ ദോഷങ്ങൾ നമുക്ക് പരിഹരിക്കാം. പക്ഷേ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് ഈ വിഷു മുതലെങ്കിലും നിലയ്ക്കൽ നിന്ന് പമ്പ വരെയുള്ള സർവീസ് അത് ഭക്തജനങ്ങൾക്ക് തികച്ചും സൗജന്യമായി ഭക്തജനങ്ങൾക്ക് വരാൻ കഴിയണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾ പ്രധാനമായി വരുന്ന വഴി ഒന്ന് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരെ ഞങ്ങൾ കാണുന്നത് നിലയ്ക്കൽ ബേസ് ക്യാമ്പ് എന്നുള്ള നിലയ്ക്ക് കാണുന്നത് പോലെ ശബരിമലയിലേക്കുള്ള ഗേറ്റ് വേ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളതിനെ കാണുന്നത്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ സമീപം, ചെങ്ങന്നൂരിനോട് ചേർന്നുള്ള ക്ഷേത്രമാണ് കുന്നത്ത് ക്ഷേത്രം. ആ കുന്നത്ത് ക്ഷേത്രവും അതുപോലെ തന്നെ ചെങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ മുൻവശവും 18,73,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ പോവുകയാണ്. 18,73,00,000 രൂപയുടെ. അത് ഗവൺമെൻറ് ഇപ്പോൾ 9 കോടി ചില്ലാൻ രൂപയുടെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു, ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട്. കാരണം ചെങ്ങന്നൂർ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു ദിവസം അവിടെ ക്യാമ്പ് ചെയ്യണമെങ്കിൽ ക്യാമ്പ് ചെയ്യാൻ കഴിയത്തക്ക സംവിധാനമാണ്. അതുപോലെ ആറന്മുള ക്ഷേത്രത്തിൽ ഇപ്പോൾ 4 കോടി രൂപയുടെ പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്, നിർമ്മാണ പ്രവർത്തികൾ നടന്നു വരികയാണ്. ആറന്മുളയെ സംബന്ധിച്ചുള്ള പ്രത്യേകത, കഴിഞ്ഞ കാലത്ത് ശബരിമലയ്ക്ക് വരുന്ന ഭക്തജനങ്ങൾ ക്യാമ്പ് ചെയ്തിരുന്ന ഒരു പ്രധാന കേന്ദ്രം ആറന്മുളയാണ്. ഇപ്പോൾ അതിനുള്ള സൗകര്യം അവിടെ ഇല്ല. നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മളൊരു വലിയ വിരിപ്പന്തൽ, സ്റ്റേജും വിരിപ്പന്തലും കൂടി നമ്മളവിടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറ് വശത്ത് ആറന്മുള ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തായിട്ട് പുതിയ 2 ഊട്ടുവരകളൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നിലവിലുള്ളത് 58 കരകളാണ് ആറന്മുളയ്ക്കെങ്കിലും 52 വള്ളങ്ങളാണുള്ളത്. ആ 52 വള്ളങ്ങൾക്ക് സദ്യ നടത്താൻ കഴിയത്തക്ക രൂപത്തിലുള്ള സംവിധാനത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് ദേവസ്വം ബോർഡ് നടത്തിയത്. പക്ഷേ നമുക്ക് അടുത്ത വർഷം മുതലൊരു 30-32 വള്ളത്തിന് ഒരേ സമയത്ത് സദ്യ നടത്താൻ കഴിയുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടാകും. ആ സദ്യയ്ക്ക് വേണ്ടിയിട്ടല്ല, വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു 15,000-ഓളം പേർക്ക് അവിടെ ക്യാമ്പ് ചെയ്യാൻ കഴിയുന്നൊരു സംവിധാനത്തെ പറ്റിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ മാലിന്യ പ്ലാന്റ് തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ടോയ്ലറ്റുകളുടെ സൗകര്യം. ഇതെല്ലാം കൂടെ വരുമ്പോൾ ചെങ്ങന്നൂർ, ആറന്മുള, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ഇടത്താവളമുണ്ട്. പക്ഷേ അത് വേണ്ടത്ര ഒരു സൗകര്യമില്ല. ഞങ്ങളിപ്പോൾ അവരുമായിട്ടൂടെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ശബരിമലയിലെ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ തുടങ്ങിയാൽ പമ്പ, നിലയ്ക്കൽ, പെരുന്നാട്, പത്തനംതിട്ട, ആറന്മുള, ചെങ്ങന്നൂർ ഈ കേന്ദ്രങ്ങളെ നല്ല നിലയ്ക്ക് വികസിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പദ്ധതിയുണ്ട്. അദ്ദേഹം ആദ്യം തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യം, കേരളത്തിൽ 50 കിലോമീറ്ററിൽ 1 എന്നുള്ള ക്രമത്തിലുള്ള ഇടത്താവളങ്ങളെ സംബന്ധിച്ചാണ്. ആ ഇടത്താവളങ്ങളുടെ ഉദ്ഘാടനം, അതല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴക്കൂട്ടത്ത് ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. ഫെബ്രുവരി മാസത്തിൽ അത് നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ 50 കിലോമീറ്ററിൽ ഒരു ഇടത്താവളം വീതം വരിക. നമുക്ക് ഈ പറഞ്ഞതുപോലെ ചെങ്ങന്നൂർ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവുക. ഈ ക്രമീകരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ ശബരിമല ദർശനം സുഗമമായി നന്നായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയും എന്നാണ് ദേവസ്വം ബോർഡ് കാണുന്നത്. അതിനോടൊപ്പം ഈ പറഞ്ഞതുപോലെ നിലയ്ക്കൽ പമ്പ നമുക്ക് ഫ്രീ സർവീസായി നടത്താൻ കഴിയുമോ എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചനയും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിന് 1-2 കടമ്പകളുണ്ട്. ആ കടമ്പകൾ കൂടി കടക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ ഇപ്പോൾ നിലയ്ക്കൽ പമ്പ KSRTC ആണ്. അത് മാറ്റി ഇപ്പോൾ ഫ്രീ ആകുമ്പോൾ സ്വാഭാവികമായി KSRTCയുടെ ഒരു അനുമതി, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി വേണം. ഇക്കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റുമായി ആലോചിച്ച് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതാണ് പൊതുവിൽ ഞങ്ങൾക്ക് ഈ വർഷത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. ദേവസ്വം ബോർഡ് വാഹനങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ചില സംഘടനകൾ അവർ വാഹനം നമുക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് സൗജന്യമായിട്ട്. അപ്പം നമ്മളതിൻ്റെ ഡീസലോ അല്ലെങ്കിൽ അതിൻ്റെ ഇന്ധനം, അതിപ്പോൾ ബാറ്ററി ആണെങ്കിൽ കറണ്ട് കൊടുക്കേണ്ടി വരും.
അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്, ദേവസ്വം ബോർഡ് കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ചില സംഘടനകൾ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്, അവരുമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ഈ മാസവും അടുത്ത മാസവുമായിട്ട് ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമാകുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി ഈ വിഷുവിന് നമുക്കത് തുടങ്ങി വെക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്തോ അല്ല, ശബരിമലയ്ക്ക് വേണ്ടി അവർ വാഹനം തരുന്നു എന്നാണ്. സംഘടനകളെന്ന് വെച്ചാൽ ചില വ്യക്തികളുണ്ട്. ഇപ്പോൾ ഒരാളുണ്ടൊക്കെ പറഞ്ഞത് അയാൾ ഒരു വണ്ടി ഫ്രീ ആയിട്ടാണ് ഇവിടെ ഓടുന്നതെങ്കിൽ അയാൾ ഡ്രൈവറും വണ്ടിയും കൂടെ തരാം, ഇത്രയും ദിവസം ഓടിക്കഴിഞ്ഞ് തിരിച്ചു വിട്ടാൽ മതി, സീസൺ സമയത്തേക്ക് മാത്രം. എന്തോ സീസണിൽ മാത്രം. അപ്പം എന്തായാലും നിലയ്ക്കൽ പമ്പ സൗജന്യമാവണം എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ ആഗ്രഹം. അല്ല, നഷ്ടത്തെ പറ്റി അല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ ഭക്തജനങ്ങൾക്കുള്ള ലാഭത്തെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത്. നോക്കാം, ഉണ്ടാവും. അതെ, നമ്മൾ അങ്ങനെയാണ് ആലോചിക്കുന്നത്. അത് നമുക്ക് നോക്കാം. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ വിഷുവിന് ഒരു 50 വണ്ടി ഉണ്ടെങ്കിൽ നടത്താൻ കഴിയുമെന്നാണ്. വിഷുവിന് അത് മതി. അത് വന്നു കഴിയുമ്പോൾ ബാക്കി അടുത്ത വർഷം വന്നോളൂ. ഞാൻ അക്കാര്യത്തിൽ നല്ല ശുഭാപ്തി വിശ്വാസിയാണ്. എന്തോ സീസൺ കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇപ്രാവശ്യം ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് വരാൻ കഴിയാതിരുന്നത്. പക്ഷേ അടുത്ത വർഷത്തേക്ക് സാധാരണ നിലയ്ക്ക് നമ്മളെപ്പോഴും ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞു, സന്തോഷമായിട്ട് പിരിഞ്ഞു, പിന്നെ അടുത്ത വർഷം ഇടയ്ക്ക് വെച്ചിട്ടാണല്ലോ ആലോചിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ തന്നെ കാര്യങ്ങൾ ആരംഭിച്ചിരുന്നു. വെള്ളപ്പൊക്കം വന്നതുകൊണ്ടാണ് ഈ കുഴപ്പം ഉണ്ടായിപ്പോയത്. നമ്മുടെ ടൈം ടേബിൾ തെറ്റിയത് അങ്ങനെയാണ്. ഞങ്ങൾ കാണുന്നത് ഒരു മാർച്ച് മാസത്തോടു കൂടി, അതായത് ബഡ്ജറ്റിന് മുമ്പേ ശബരിമലയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ്റുമായൊരു ധാരണ എത്തണമെന്നാണ്. ആ ഗവൺമെൻറ്റുമായിട്ടുള്ള ധാരണ എത്തിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തി ശബരിമലയിൽ അടുത്ത വർഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ച് നമുക്കൊരു മാർച്ച് മാസത്തോടു കൂടി ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. അതിപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞല്ലോ. ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹൈപ്പവർ കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈപ്പവർ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കൂടെയാണ് നമ്മുടെ കമ്മീഷൻ. ഇല്ല, ആ റിപ്പോർട്ടൊക്കെ എന്താണെന്നൊക്കെ അതിൻ്റെ മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെന്താ കാരണമെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അല്ല, അത് ഒരു കാര്യമുണ്ട്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കോൺഗ്രസിനകത്തേക്കൊക്കെ ആളിനെ ക്ഷണിക്കുമ്പോൾ ഈ ക്ഷണിക്കുന്നവരുടെ സ്ഥാനം അതിനകത്ത് ഉറപ്പാണോ എന്നുള്ളതൊന്ന് ഉറപ്പാക്കണം. രണ്ടാമത്തെ കാര്യം, രാമൻ നായരെ പോലുള്ളവരെ പോലും കോൺഗ്രസിനകത്ത് സംരക്ഷിക്കാൻ കഴിയാത്തവരാണ് ഇപ്പോൾ പുതിയ ആൾക്കാരെ അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെയൊക്കെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില കാഴ്ചപ്പാടുകളുള്ളവരാണ്. അതല്ലാതെ ഇപ്പോൾ എൻ്റെ ഭാവിയെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ എന്നെ പറ്റിയുള്ള കരുതലിന് എനിക്ക് ഏറ്റവും സന്തോഷം തന്നെയാണ്. പക്ഷേ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 10-15 വയസ്സുള്ളപ്പോൾ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ്. ഞാൻ ആരംഭിച്ച 73 മുതൽ നാളിതുവരെ എനിക്കെൻ്റെ പാർട്ടിയോ ഞാൻ നിന്ന മുന്നണിയോ മാറേണ്ടി വന്നിട്ടില്ല. നിന്ന പാർട്ടിയോ മുന്നണിയോ മാറേണ്ടി വന്നവരും മാറിയും മറിഞ്ഞും നിന്നിട്ടുള്ളവരും
അവനവൻ്റെ സ്ഥാനത്തെ പറ്റി സ്വപ്നമുള്ളവരുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം കണ്ണടയ്ക്കുന്ന കാലത്ത് ഇത്രയും കാലം പിടിച്ച കൊടി ആ കൊടി പുതപ്പിച്ചിട്ട് കിടക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അത് മുരളീധരന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് മുരളീധരൻ അങ്ങനെ പറഞ്ഞത്. അത് കോടിയേരി എന്നെ കണ്ട് പിന്നെ രാജിക്കത്ത് എഴുതി വാങ്ങിക്കാൻ നേരത്ത് മംഗളം പത്രത്തിന്റെ സാജനെ കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ടായിരുന്നു. അല്ല, അദ്ദേഹത്തിന്റെ ഇവര് തമ്മിൽ ആലോചിച്ചിട്ടായിരുന്നു എഴുതി വാങ്ങിച്ചത്. അതുകൊണ്ടാണല്ലോ സാജന അത് കിട്ടിയത്. അല്ല, സാജനുമായിട്ട് മാത്രമല്ല, ഇപ്പൊ അത്രേ പറയുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നല്ല വ്യക്തിപരമായ ബന്ധം എല്ലാ മേഖലയിലുമുള്ള എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തുക തന്നെ ചെയ്യുന്ന ആളാണ്. അക്കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അതുകൊണ്ട് മറ്റെന്തെങ്കിലും ധരിച്ചു കളയരുത്. മകരവിളക്ക് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ. കനത്ത സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. എത്തുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ രീതിയിലുമുള്ള സജ്ജീകരണങ്ങൾ ശബരിമലയിലും സന്നിധാനത്തും ഒരുക്കിയതായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കുടിവെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ന് നടന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. നാളെ മകരവിളക്ക് ഉത്സവം നടക്കാനിരിക്കെ പമ്പയിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വലിയ തോതിൽ തീർത്ഥാടകരുടെ തിരക്കും പമ്പയിൽ അനുഭവപ്പെടുന്നുണ്ട്. പമ്പയിൽ നിന്നും VS അബ്രാം തയ്യാറാക്കിയ റിപ്പോർട്ട്. നാളെ മകരവിളക്ക് നടക്കാനിരിക്കെ വ്യാപകമായി തന്നെ ഇവിടേക്ക് ഭക്തരുടെ ഒഴുക്ക് വരുന്നുണ്ട്. വലിയ തിരക്കാണ് ഇപ്പോൾ ശബരിമല അനുഭവപ്പെടുന്നതും. പമ്പയിൽ മകരവിളക്കിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് എത്തുന്ന എല്ലാ ഭക്തരും ഇവിടെ വിരിവയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നാളെയാണ് മകരവിളക്ക്. അപ്പോൾ ഇവിടെ നിന്ന് മകരവിളക്ക് കണ്ട ശേഷം ഇവിടെ നിന്ന് മടങ്ങിപ്പോവുക എന്നാണ് ഇവരുടെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിനാൽ തന്നെ ഇവിടെ വലിയ തോതിൽ തന്നെ ഭക്തരുടെ ഒരു തിരക്കുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പമ്പയിൽ നടക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ പമ്പ വിളക്കും പമ്പ സദ്യയുമാണ്. ഉച്ചയ്ക്ക് ഇവിടെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പമ്പ സദ്യ എന്ന പേര് കാലങ്ങളായുള്ള ആചാരമായി തന്നെ ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ തന്നെ വൈകുന്നേരത്തോടെ പമ്പ വിളക്കുന്ന രീതിയിലുള്ള ആചാരവുമുണ്ട്. പമ്പയിൽ ദീപങ്ങൾ കത്തിച്ച് ഒഴുക്കുന്ന ഒരു ചടങ്ങാണിത്. അത് ഇന്ന് പ്രധാനമായും പമ്പയിലുള്ള ഈ രണ്ട് ചടങ്ങുകളാണ്. അതിന് ശേഷമാണ് മകരവിളക്കിൽ കാണാൻ വേണ്ടി തീർത്ഥാടകർ പമ്പയിൽ നിന്നും ശബരിമലയിലേക്ക് കയറുക. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത്തവണ പമ്പയിൽ സാധാരണയായി മകരവിളക്ക് കാണാനൊരു സ്ഥലമുണ്ടായിരുന്നു, ഹിൽ ടോപ്പ് അടക്കമുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഹിൽ ടോപ്പിൽ നിന്ന് മകരവിളക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കാരണം നമുക്കറിയാം, പ്രളയത്തിൽ ഏറ്റവും നാശം നേരിട്ട ഒരു മേഖലയാണ് ഹിൽ ടോപ്പ് അടക്കമുള്ളവ. അവിടെ വ്യാപകമായ മണ്ണിടിച്ചിൽ അടക്കമുള്ളവ ഉണ്ട്. അതിനാൽ തന്നെ ഇത്തവണ ഹിൽ ടോപ്പിൽ നിന്ന് നമുക്ക് സന്നിധാനത്ത് കത്തുന്ന പൊന്നമ്മനോളിൽ കത്തുന്ന മകരവിളക്ക് കാണാൻ കഴിയില്ല എന്നൊരു പ്രത്യേകത ഇത്തവണയുണ്ട്. അതുപോലെ തന്നെ പമ്പയിൽ കൃത്യമായ സുരക്ഷ ഫയർഫോഴ്സും ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റും ഒരുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് സ്വദേശിയായ ഒരു ബാലൻ ഇവിടെ പമ്പയിൽ മുങ്ങി മരിച്ചു. അതിനാൽ തന്നെ കൃത്യമായി സുരക്ഷ ഒരുക്കാനും ഇവിടെ ഫയർഫോഴ്സും ദുരിതാശ്വാസ മറ്റും ശ്രമിക്കുന്നുമുണ്ട്. പോലീസിന്റെ കർശനമായ നിർദ്ദേശമുണ്ട്. കുട്ടികളടക്കമുള്ളവരെ ആഴമുള്ള ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്ന് കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകുന്നുമുണ്ട്. പമ്പയിൽ ഈ നാളെ മകരവിളക്ക് നടക്കാനിരിക്കെ തന്നെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന എല്ലാ ഭക്തരെയും ഇവിടെ തന്നെ വിരിവെക്കുന്നവർ ഇവിടെ തന്നെ വിരിവെക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ശബരിമലയിലേക്ക് പോകുന്നവർക്ക് അതിനുള്ള സൗകര്യവും ഇവിടെ ഇപ്പോൾ ഉണ്ട്. നാളെ വൈകുന്നേരത്തോടെ മകരവിളക്ക് കത്തുമ്പോൾ പൂർണ്ണമായും പമ്പയിൽ നിന്ന് തീർത്ഥാടകർ ഒഴിയും എന്നത് ശ്രദ്ധേയമാണ്. കാരണം ഇത്തവണ പമ്പയിൽ നിന്ന് നമുക്ക് മകരവിളക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് പൂർണ്ണമായി തന്നെ തീർത്ഥാടകർ മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറും. ഹിൽ ടോപ്പിൽ എന്തായാലും ഇത്തവണ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനം. കാരണം ഹിൽ ടോപ്പിൽ വ്യാപകം തന്നെ മണ്ണിടിഞ്ഞിരുന്നു. മണ്ണിടിച്ചിലിന്റെ ഭാഗമായി ഈ പ്രദേശത്ത് ആരും കയറിയാൽ അത് വലിയ വിധത്തിലുള്ള അപകടത്തിലേക്ക് പോകും എന്നതും പ്രശ്നമാണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ ചാക്കിൽ മണ്ണടുക്കി നിറച്ച അവസ്ഥയിലാണുള്ളത്. കാരണം മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇവിടേക്ക് ഏതെങ്കിലും തരത്തിൽ കൂട്ടമായി തന്നെ ആളുകൾ കയറിയാൽ വ്യാപക മണ്ണിടിച്ചിലുണ്ടാവും. അതുപോലെ തന്നെ ചരിഞ്ഞ പ്രദേശമായി തന്നെ മണ്ണിടിച്ചിലുണ്ടായ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇത്തവണ ഇത്തരമൊരു നീക്കം വേണ്ട എന്ന് തന്നെ തീരുമാനിക്കുകയായിരുന്നു പോലീസ്. അതിനാൽ തന്നെ ഇവിടെ നിന്ന് മകരവിളക്ക് കാണാനുള്ള സൗകര്യം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നതും പമ്പയിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ പമ്പ സദ്യ ഉച്ചയ്ക്കാണ് നടക്കുക. ഉച്ചയ്ക്ക് അത്തരത്തിലൊരു സദ്യ എല്ലാ തവണയും ഉള്ളതാണ്. എല്ലാ തരത്തിലുള്ള വിഭവസമൃദ്ധമായ ഒരു സദ്യ ഭക്തർക്ക് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും തീർത്ഥാടകർക്കും നൽകാൻ കഴിയും എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും. അതുപോലെ തന്നെ പമ്പ വിളക്കും ഒരു സ്ഥിരം ചടങ്ങാണ്. പമ്പയിൽ ദീപങ്ങൾ ഒഴുക്കി വിട്ടുകൊണ്ട് ഇവിടെ എത്തുന്ന
തീർത്ഥാടകരെല്ലാം തന്നെ പമ്പ വിളക്കിൽ പങ്കാളികളാകും. അതിനുശേഷം രാത്രിയോടെ തന്നെ ഒരു മല കയറുകയും ചെയ്യും. ഇന്ന് മല കയറുന്ന ആരും തന്നെ തിരിച്ച് പമ്പയിലേക്ക് മകരവിളക്ക് കഴിയാതെ വരില്ല. മകരവിളക്ക് കഴിയുന്നവരെ പമ്പയിൽ നിന്ന് അവിടേക്ക് പോയ ഭക്തർ സന്നിധാനം തുടരുകയും തുടർന്നാണ് തിരിച്ച് മകരവിളക്ക് കഴിയുന്നതോടെ വ്യാപകമായി തന്നെ കൂട്ടത്തോടുള്ളൊരു ഇറക്കം ഇവിടേക്ക് ഉണ്ടാകും. അത് കണക്കിലെടുത്ത് തിരിച്ചിറങ്ങുന്ന ഭക്തർക്ക് പോകാനുള്ള വഴികളും മറ്റും ഇപ്പോൾ തന്നെ പോലീസ് സജ്ജീകരിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ കൂട്ടമായി തന്നെ ഭക്തർ എത്തുന്നതോടെ വലിയ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ശ്രദ്ധയും പോലീസ് ഇപ്പോൾ പമ്പയിൽ നടത്തുന്നുണ്ട്. പമ്പയിൽ നിന്ന് ക്യാമറാൻ പി സൈബിനൊപ്പം VS അഭിരാം.